BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സംഘടനാപരമായ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തത് തിരിച്ചടി എന്ന വിമർശനവുമായി CPM സംഘടനാ റിപ്പോർട്ട്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെക്രട്ടറി CN മോഹനൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് ഇതടക്കം ജില്ലയിലെ സംഘടനാ രംഗത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടി സംവിധാനം ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേട്ടമാകാൻ കഴിയുന്നില്ലെന്നതാണ് പ്രധാന വിമർശനം. തദ്ദേശ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനമാണ് വിമർശനത്തിനാധാരം. വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നതും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പുകൾ അടിക്കടി വന്നപ്പോൾ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്ന വിലയിരുത്തലും റിപ്പോർട്ടിലുണ്ട്. എറണാകുളം ജില്ലയിൽ പാർട്ടിക്ക് കീഴിലുള്ള പാലിയേറ്റീവ് സംവിധാനം അടക്കമുള്ളവയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ്. ഇതോടൊപ്പം മുഴുവൻ സമയ പ്രവർത്തകരുടെ എണ്ണത്തിലും വർധനവ് വന്നിട്ടുണ്ട്. 16 ഏരിയ കമ്മിറ്റികളിലായി 327 ഏരിയ കമ്മിറ്റി അംഗങ്ങളുള്ളതിൽ 245 പേർ മുഴുവൻ സമയ പാർട്ടി അംഗങ്ങളാണ്. 117 പേർ പട്ടികജാതി വർഗ വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ്. റിപ്പോർട്ടിന്മേൽ ഇന്നലെയും ഇന്നുമായി ചർച്ച നടക്കും. അതേസമയം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള കർമ്മ പദ്ധതികളാണ് സമ്മേളനം ആസൂത്രണം ചെയ്യുകയെന്നും സംസ്ഥാന സമിതി അംഗം S സതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ പാർട്ടി വളർച്ചയുടെ പാതയിലാണ്. 43,683 അംഗങ്ങളാണ് പാർട്ടിക്കുള്ളത്. സംഘടനാപരമായി ഏകമനസ്സോടെയാണ് പോകുന്നത്. പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചതായും അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോൺ ഫെർണാണ്ടസ്, CB ദേവദർശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് പറഞ്ഞു. കലൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 45 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന 70 പവൻ ആഭരണങ്ങളും പണവും ആധാരങ്ങളും കവർന്ന വിവരം പുറത്തുവന്നത് അയൽ വീട്ടിലേക്ക് CCTVയുടെ സഹായത്തോടെ. കലൂർ ദേശാഭിമാനി റോഡിലെ ഫ്രണ്ട്സ് ലൈനിലുള്ള കല്ലുംപുറത്ത് കോശി ഐസക് പണിക്കരുടെ വീട്ടിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി 12:40 മോഷണം നടന്നത്. 2 പേരാണ് വീടിന്റെ മതിൽ ചാടി അകത്ത് കടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായും പോലീസ് പറഞ്ഞു. ടോയ്ലറ്റിന്റെ വെന്റിലേഷൻ ജനൽ തകർത്ത് വീടിനുള്ളിൽ കയറിയ ഇവർ കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. വെള്ളിയാഴ്ച അയൽവാസി വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. 2 പേർ മതിൽ ചാടിക്കടക്കുന്ന ദൃശ്യങ്ങൾ വീടിന്റെ ഉടമയ്ക്ക് അയച്ചു കൊടുത്തു. തുടർന്ന് ഉടമ വീട്ടിലെത്തി. മോഷണം നടന്നത് സ്ഥിരീകരിച്ചു. നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം ആരംഭിച്ചു. നോർത്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാർ ഉൾപ്പെടുന്ന 7-അംഗ സംഘമാണ് അന്വേഷണം നടത്തുക. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഈ വീടിനും പരിസരത്തും സ്ഥിരമായി ആക്രിപെറുക്കുന്ന സംഘങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സെൻട്രൽ ACP C ജയകുമാർ പറഞ്ഞു. നഗരത്തിൽ രാത്രി തങ്ങുന്ന സംഘങ്ങളെയും പരിശോധിക്കുന്നുണ്ട്. സ്ഥിരം മോഷ്ടാക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു. അടുത്തിടെ ജയിൽ മോചിതരായവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു. മറ്റേതെങ്കിലും സംസ്ഥാന സംഘത്തിന് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. KSEBയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ വീട്ടുടമ തൃശൂരിലും ബാങ്ക് ജീവനക്കാരിയായ ഭാര്യ ബംഗളൂരുവിലുമാണ് ജോലി ചെയ്യുന്നത്. മക്കളും ഇതര സംസ്ഥാനങ്ങളിലാണ് താമസം. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 18 ദിവസമായ ആൺകുട്ടി മരിച്ചു. നഗരസഭ 21-ാം വാർഡിൽ സ്റ്റേഡിയം റോഡിൽ എടക്കൂടത്തിൽ ജിത്തു ഗ്രീഷ്മ ദമ്പതികളുടെ ഏക മകനാണ് മരിച്ചത്. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷമുണ്ടായ കുട്ടിയാണ്. ശനിയാഴ്ച രാവിലെ 10:30 സംഭവം. പാല് കൊടുത്ത ശേഷം കുട്ടിയെ കട്ടിലിൽ കിടത്തിയിരുന്നു. കുട്ടിക്ക് നേരിയ പനിയും ഉണ്ടായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അനക്കം കാണാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും എത്തും മുമ്പ് മരിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ വാക്പോര് കയ്യാങ്കളിയിൽ കലാശിച്ചു. വാക്തർക്കത്തിൽ LDFിലെ സീനിയർ കൗൺസിലർ ഭരണകക്ഷിയിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ സജി നമ്പ്യത്തിനെ തള്ളി താഴെയിട്ടത് രംഗം പ്രക്ഷുബ്ധമാക്കി. വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗമാണ് വാക്പോരിലും കയ്യാങ്കളിയിലും അവസാനിച്ചത്. യോഗം തുടങ്ങും മുൻപ് അജണ്ട വായിച്ച് കൗൺസിൽ യോഗം തുടങ്ങി. പ്രതിപക്ഷത്തെ ചില കൗൺസിലർമാർ അജണ്ട വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ് ബഹളത്തിനും കയ്യേറ്റത്തിലും കലാശിച്ചത്. ആവശ്യം ചെയർപേഴ്സൺ ബീന ശശിധരൻ നിരാകരിച്ചു.
നിരാകരിച്ചതോടെ പ്രതിപക്ഷ കൗൺസിലർമാരിൽ ചിലർ ചെയർപേഴ്സന്റെ ഇരിപ്പിടത്തിന് സമീപം എത്തി വായിച്ച വനിതാ ജീവനക്കാരിൽ നിന്ന് അജണ്ട വാങ്ങി കീറിക്കളഞ്ഞ ശേഷം മൈക്ക് തട്ടിയെടുത്ത കേബിളുകൾ താഴേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് ചെയർപേഴ്സൺ മറ്റ് അജണ്ടകൾ വായിച്ചു തുടങ്ങിയപ്പോൾ പ്രതിപക്ഷത്തെ മുതിർന്ന അംഗം ചെയർമാന്റെ കയ്യിലെ മൈക്ക് തട്ടിയെടുക്കുകയും പേപ്പറുകൾ വലിച്ചു കീറുകയും ചെയ്തു. മൈക്കില്ലാതെ അജണ്ടകൾ വായിച്ചു തീർത്തപ്പോഴേ തുടർന്ന് പ്രതിപക്ഷ ചില കൗൺസിലർമാർ ചെയർപേഴ്സന്റെ കസേരയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. ഇത് ഭരണകക്ഷി കൗൺസിലർമാർ ചോദ്യം ചെയ്യുകയും ചെയർപേഴ്സണ് പ്രതിരോധം തീർക്കുകയും ചെയ്തു. IT നഗരമധ്യത്തിൽ പ്ലാസ്റ്റിക് കുന്നുകൂടുന്നത് ജനങ്ങളിൽ ഭീതി പരത്തുന്നു. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപത്തെ മാലിന്യയാർഡിൽ ഒട്ടും സുരക്ഷിതമില്ലാതെയാണ് നഗരസഭാ അധികൃതർ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ നിമിഷ നേരം കൊണ്ട് എല്ലാം ചാമ്പലാകുന്ന ഭീതിയാണ് ഇവിടെ. മാലിന്യക്കുന്നിന് സമീപം നിറയെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ബസ് സ്റ്റാൻഡുമുണ്ട്. ഇവിടെ സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ നഗരസഭയുടെ മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളടക്കം പാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ കളക്ടറേറ്റ്, കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി, ജില്ലാ പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവയും ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങളും ഇതിന്റെ ചുറ്റളവിലുണ്ട്. വീടുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം യഥാസമയം കയറ്റി വിടാനാകാത്തതാണ് പ്ലാസ്റ്റിക് മാലിന്യം കൂടാൻ കാരണം. നേരത്തെ ഹരിതകർമ്മസേന ജൈവ മാലിന്യം എടുക്കുമ്പോൾ അതോടൊപ്പം കിട്ടുന്ന പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ മാത്രം പ്രത്യേകം തൊഴിലാളികളെ നിയോഗിച്ചതിനാൽ ഇവിടെ എത്തുന്ന മാലിന്യത്തിന്റെ അളവ് കൂടി. പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ഇത് ഏറ്റെടുക്കുന്ന ഏജൻസിക്ക് പണം കൊടുക്കാനുള്ളതിനാൽ അവരും മെല്ലെ പോക്കിലാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.